ഇവിടെ 3 പ്രത്യേകതകളാണ്. ഒന്ന്, മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. 2, കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. 3, ഒരു മനുഷ്യൻ്റെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ കാണാത്തൊരു ഫോട്ടോയാണ് ഒരു മനുഷ്യൻ്റെ മുകളിലെ പാറ കണ്ടോ. ഇതാണ് ഡാമിൻ്റെ ഫുൾ വ്യൂ. നമസ്കാരം, എല്ലാവർക്കും വിയർ ലൊക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോണത് കക്കയത്തേക്കാണ്. കക്കയം ഡാമിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള ടൂറിസ്റ്റ് പ്ലേസിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത്. പിന്നെ നിജിൻ ബ്രോ ഇല്ല എന്ന് കൂടെ, വൈഫാണുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ റൈഡിന് ഇറങ്ങിയത് കേട്ടോ. കക്കയം അറിയാലോ, വളരെ മനോഹരമായ പ്ലേസാണ് കക്കയം. കക്കയത്തിനെക്കുറിച്ച് എന്താ പറയുക, കേരളത്തിലെ കാശ്മീർ, അതുപോലെ കേരളത്തിലെ ഊട്ടി എന്നൊക്കെ കക്കയത്തിനെക്കുറിച്ച് പല പേരുകളും കക്കയം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നമ്മളുള്ളത് തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഈ ഒരു ഭാഗം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഒരുപാട് പശുക്കളും കുതിരകളൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്ലേസ് ഉണ്ടോ നിങ്ങൾ? വളരെ മനോഹരമായൊരു സ്ഥലം അല്ലേ നമുക്ക്. ഇതായത് ഇത് തോണിക്കടവ്, കക്കയം ഡാം എത്തുന്നതിന് മുന്നേ തോണിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണിത്. വളരെ മനോഹരമായൊരു വാലി കേട്ടോ അത്. എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ഥലം കേരളത്തിലെ കാശ്മീർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു കേട്ടോ. ഒരുപാട് ഇങ്ങനെ പരന്ന് കിടക്കുക, ചെറിയൊരു കായലോ അരുവി എന്താന്ന് പറയാം. നല്ല കിളികളുടെ ശബ്ദവും, അതുപോലെ ഇവിടെ കുതിരനെ കെട്ടിയിട്ടുണ്ട്. കുതിരനെ ഉണ്ടോ, ഇതിലൂടെ കാണുന്നുണ്ടോ എന്നറിയില്ല. അവിടേക്ക് പോകാൻ എനിക്കൊരു ധൈര്യമില്ല. ഉണ്ടോ കുതിര, അവിടെ ഒരു കുതിര ഉണ്ട്. അതുപോലെ ഇവിടെ പശു, പിന്നെ നല്ല എന്താ പറയുക, കിളികളുടെ ശബ്ദവും, വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഒരാൾ റെസ്റ്റൊക്കെ എടുത്ത് എന്താ പറയുക, നടന്ന് ക്ഷീണിച്ചതാ. എങ്ങനെയുണ്ട്? അടിപൊളി പ്ലേസ് അല്ലേ? പിന്നെന്താ പറയുക, നല്ല വെയിലാട്ടോ ഇവിടെ. രാവിലെയും ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. പിന്നെന്താ പറയുക, നല്ല വെയിലാണ്. പിന്നെ ചില സ്ഥലത്തൊക്കെ നമുക്ക് തണുള്ള മരത്തിൻ്റെ അടിയിലൊക്കെ പോയി ഇരിക്കാം. നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. അതുപോലെ ഇവിടെ വന്ന സമയത്ത് കണ്ട വേറൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒക്കെ ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. നമ്മളിവിടെ വരുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ പറയുക, പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്. ഒരുപാട് നിർദ്ദേശങ്ങൾ അവിടെ സഞ്ചാരികൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ
ഇതൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളൊരിക്കലും പ്രകൃതിയെ നശിപ്പിക്കരുത്. അതുപോലെ ഒരിക്കലും മാലിന്യങ്ങൾ, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാതിരിക്കുക. ഇവിടെ തന്നെ ഒരുപാട് വേസ്റ്റ് ബിന്നുകൾ അവർ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് നിക്ഷേപിക്കാൻ വേണ്ടി ഒരുപാട് വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെറുതെ ഒരു ഭംഗിക്ക് വെച്ചത് തോന്നിക്കുന്ന പോലെയാണ് ഇവിടെ. നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇവിടെ വരുന്ന സഞ്ചാരികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം പ്രകൃതിക്ക് ഏറ്റവും ദോഷമുള്ള ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിക്. അത് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഈ കാണുന്ന ഭംഗി നമ്മുടെ വരുന്ന തലമുറയ്ക്കും കൂടി കാണാൻ കഴിയില്ല. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇനിയിപ്പോൾ അവിടുത്തെ കക്കയം ഡാമിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ കാണാം. എൻ്റെ കൂടെ വൈഫുണ്ട്. അവൾക്ക് ക്യാമറ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാട്ടോ. അതാണ്. അപ്പോൾ ഓക്കെ, പോകാം നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കക്കയം ഡാമിൻ്റെ പ്രവേശന കവാടത്തിലാണ്. പിന്നെ ഇതിലുള്ള കാഴ്ചകൾ എന്താ നമുക്ക് പോയി നോക്കാം. അത് നമുക്കിവിടെ ചെറിയൊരു എൻട്രി ഫീസ് വരുന്നത് 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ബൈക്കിന് പാർക്കിങ്ങിന് 10 രൂപയും. അതുപോലെ നമ്മൾ അവിടുന്ന് താഴേന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളെ വന്യജീവി വകുപ്പിൻ്റെ ഒരു സാങ്ച്വറി ഫീസ് വരുന്നുണ്ട്. അദ്ദേഹത്തെ 40 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ ഇതിനുള്ള കാഴ്ചകൾ എന്താ നമുക്ക് പോയി നോക്കാം. എന്നാലും ടിക്കറ്റ് കൗണ്ട് വരുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ടിക്കറ്റ് നിരക്കൊക്കെ ഇവിടെ അവർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ബൈക്കൊക്കെ 10 രൂപയുള്ളൂ. പിന്നെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സൂചനാ ബോർഡ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലേക്ക് കയറി നോക്കാത്തില്ല സംഭവങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അവർ കയറി വരുമ്പോൾ തന്നെ വലത്തേ സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയ പാർക്ക് ഉണ്ട് കേട്ടോ. അതുപോലെ സന്ദർശകർക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഒരു എഴുതി വെച്ചിട്ടുണ്ട്. ഡാമിലേക്കുള്ള വഴി കേട്ടോ. അത് കുറേ നടക്കാനുണ്ടെന്ന് പറഞ്ഞു. പോയി നോക്കാം എന്തായാലും. അതുപോലെ KSEB അണ്ടറിലാണ് കേട്ടോ ഈ ഒരു ഡാം വരുന്നത്. ഡാമിലേക്കുള്ള എൻട്രി കേട്ടോ. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം. ഡാമിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1972 പണി കഴിഞ്ഞു കേട്ടോ. ഇതിനുള്ളിലേക്ക് ആ ഡാമിൻ്റെ ആ ഒരു അതിലേക്ക് നമുക്ക് പ്രവേശനമില്ല. അടിപൊളി പ്ലേസ് ആണല്ലേ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കേട്ടോ. അങ്ങനത്തെ പോയിട്ടുണ്ടെങ്കിൽ ഒരക്കുഴി വെള്ളച്ചാട്ടം. ഇവിടെ നടക്കാനാണ് പറഞ്ഞത്. അവിടുന്ന് ചേച്ചി പറഞ്ഞത് ഇവിടെ നടന്നാൽ ഇവിടെ ഒരു കല്ല് പതിച്ച റോഡുണ്ടാവും. അങ്ങനെ കല്ല് പതിച്ച റോഡിൽ നിന്ന് തിരഞ്ഞ് കുറേ നേരം നടക്കാൻ തുടങ്ങി. ഒരൻ്റെ ഉപ്പാട് ഇളകി. സൗണ്ട് കേൾക്കണം നിങ്ങൾ. അത് ഇതിനുള്ളതാണ്, വീടിൻ്റെ സൗണ്ട്. ഒരക്കുഴി വെള്ളച്ചാട്ടത്തേക്കുള്ള ചേച്ചി പറഞ്ഞ കല്ല് പതിച്ച റോഡ്. പിന്നെ ഇത് അപകട സാധ്യത മേഖലയാണ്. കാടാട്ടെ, കൊടും കാടാണ്. നല്ല തണുപ്പാട്ടോ. അപ്പോൾ സമയം എത്ര ചെയ്താൽ ഏകദേശം 1 മണി കറക്റ്റാ. നല്ല തണുപ്പാ. നല്ല തണുപ്പല്ല, കുഴപ്പമില്ലാത്ത തണുപ്പ്, ചൂടില്ല. അതെ, ഇത് നല്ല വെള്ളം കേട്ടോ. നല്ല മലയുടെ അടിപൊളി വെള്ളം. ഓ
അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടുന്ന് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കേരളത്തിലേക്ക് തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് അതാണ്. ഇവിടുന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ തെരച്ചിലില്ല, പോയി, ജീവൻ പോയി. അതാണ് ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒരക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറയും. ഒരക്കുഴി ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി വരെ നമ്മൾ നിൽക്കുന്നു. നമ്മുടെ വീട്ടിലെ ഉരളില്ലേ, അതുപോലത്തെ പൊട്ടുകളാണ് പാറയ്ക്ക് താഴോട്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം ചാടി കംപ്ലീറ്റ് പാറയ്ക്ക് താഴോട്ട് ഉരള് പോലെ പൊത്തമുള്ള. അതുകൊണ്ടാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം പേര് വരാൻ കാരണം. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ നേരെയല്ല പോകുന്നത്. നമ്മൾ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരേരി, അതിരപ്പള്ളിയെല്ലാം പോവുകയാണെങ്കിൽ പാറയുടെ മുകളിൽ കൂടിയാണ് വെള്ളം പോകുന്നത്. ഇത് താഴോട്ട് പതിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പൊട്ടിക്കൂടിയെല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തുന്നത്. അതിൻ്റെ ഉദാഹരണം മാത്രമാണ്. ഇടത്തുനിന്ന് വലത്തോട്ടെല്ലാം വളവിൻ്റെ അവിടെ പതപോലെ ഒഴുകുന്നുണ്ട്. പാറയുടെ മുകളിൽ കൂടെ വെള്ളം പോകുന്നില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ കൂടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് താഴ്ഭാഗത്തേക്ക് വീണു പോയാൽ പോയ ആൾ പോയി, കൂടെ വന്ന ആൾ തിരിച്ചു വെക്കുക. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് സ്റ്റേഷൻ അത് അറിയപ്പെടുന്നു. പക്ഷേ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാത്തെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരിയും അപകടത്തിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പബ്ലിസിറ്റി കുറവ്. നിങ്ങളെപ്പോൾ ആൾക്കാർ വന്ന് കണ്ടുപോയി പറഞ്ഞ് ഞാൻ വരുന്നത് കേട്ടോ. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാൻറ്റീൻ പോലീസുകാർ ഉരുട്ടിക്കൊന്ന് എൻജിനീയറിംഗ് വിദ്യാർത്ഥി സഖാവ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലമെന്ന് അറിയപ്പെടുന്നു. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു. ഇതെല്ലാം കേട്ടുകളിൽ മാത്രമേ. അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് നമുക്കെല്ലാം എത്തണമെങ്കിൽ കരിയാത്തുംപാറ തോണിക്കടവും സ്ഥലമുണ്ട്. അങ്ങോട്ട് ഒഴുകി പോകുന്ന വെള്ളമായത്. അവിടുന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ വേനൽക്കാലത്ത് ട്രെക്കിംഗ് ആയിട്ട് അതിസാഹസികമായ രീതിയിൽ പാറയെക്കൂടെയെല്ലാം കയറിലിട്ടിട്ട് കയറി വന്നാൽ മാത്രമേ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താനൊക്കുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ് മുകളിലോട്ട് നോക്കി നിന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. നമ്മുടെ പറമ്പെല്ലാം നനയ്ക്കാൻ നേരത്തെ ഓസിൻ്റെ സൈഡ് സ്പ്രിംഗർ വെക്കുന്ന പോലെ 4 സൈഡിലേക്കും ചീറ്റിൽ മാത്രം. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. മറ്റുള്ള പ്ലേസിൽ പോയി താഴെ നിന്ന് സൈഡിൽ നിന്നാണ് കാണാനൊക്കെ. അതാണല്ലേ ഇന്ത്യയിലെ വെള്ളച്ചാട്ടം. ഇനി 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നു വിട്ടപ്പോൾ നിങ്ങൾ കണ്ട അണക്കെട്ടും തുറന്നു വിട്ടു. കക്കയ അണക്കെട്ട് തുറന്നു വിട്ടു. കാട്ടിലെ വെള്ളം കൂടെ തൂക്കുപാലം മൂടി മരത്തിൻ്റെ 3/4 ഭാഗം ഉയരത്തിൽ 3 ദിവസം വന്നും അഗാധമായ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ പരമായിട്ടാണ് തൂക്കുപാലം പൊതിഞ്ഞത്. അല്ലെ പാലത്തിൽ നമുക്ക് താഴ്ഭാഗം കാണാറുണ്ട്. അത് പിന്നെ കമ്പിവലിയിൽ ഇട്ടത്. അത് കഴിഞ്ഞ പ്രളയത്തിൽ 2018 ആദ്യത്തെ പ്രളയല്ലേ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ വേണം നിർത്തുള്ളൂ. ഇവിടെ 3 പ്രത്യേകതകളാണ്. ഒന്ന്, മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. 2, കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. 3, ഒരു മനുഷ്യൻ്റെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ കാണാത്തൊരു ഫോട്ടോയാണ് ഒരു മനുഷ്യൻ്റെ മുകളിലെ പാറ. ആണോ? കാണുന്നത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. മനുഷ്യൻ്റെ മുകളിലൊരു പാറ ഉണ്ടോ? ഈ ചേട്ടൻ നമുക്കിത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഉരക്കുഴി വെള്ളച്ചാട്ടം. വെള്ളം താഴെ എത്തുന്നില്ല, ഉള്ളിലേക്ക് പോകാം, തെറ്റിലേക്ക് പോകാം. ഓക്കെ ഓക്കെ. മനുഷ്യൻ്റെ മുകളിലുള്ള പാറ അല്ലേ? ഇതാണ് മനുഷ്യൻ്റെ മുകളിലുള്ള പാറ. കണ്ടോ? ഒരു മനുഷ്യൻ്റെ കണ്ണ്, മൂക്ക്, ചുണ്ട്. ഇതാണ് ഒരു മനുഷ്യൻ്റെ മുകളിലുള്ള പാറ. അത് മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന പോലെയാണ് ഇവിടെ തോന്നുന്നത്. വളരെ മനോഹരമായ സ്ഥലം കേട്ടോ, വളരെ മനോഹരമായ സ്ഥലമാണ്, അതൊന്നും പറയാനില്ല. അപ്പോൾ ഇത് സലോമി ചേട്ടനാണ്. സലോമി ചേട്ടൻ നമുക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു, ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. പിന്നെ ഇവിടെ സൗണ്ട് ക്ലിയർ അല്ല, കാരണം ഇവിടെ ചീവിടിൻ്റെ ശബ്ദം നല്ലോണം ഉണ്ട്, അതുകൊണ്ട് സൗണ്ട് ക്ലിയർ അല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ഓക്കെ, കാണാം.
കണ്ടോ, ഉരക്കുഴി. ഇതാണ് വെള്ളച്ചാട്ടത്തിന് പേര് വരാൻ കാരണം. എന്താ പ്ലേസിൽ ഒരു രക്ഷയില്ലാട്ടോ പ്ലേസ്. മനോഹരമായ പ്ലേസ്, പാറക്കെട്ടുകളും. ഈ തടാകത്തിലാണ് മൂപ്പര് പറഞ്ഞത് കുയിൽ എന്ന് പറഞ്ഞ മീൻ ഉണ്ടാവും. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മീനാട്ടോ. കാണാൻ ഞാൻ നോക്കുന്നത്, കാണില്ല. അപ്പോൾ നമ്മളിതാ ഉരക്കുഴി ഡാമിൽ നിന്ന് തിരിച്ചിറങ്ങി വന്ന അതേ വഴി തിരിച്ച് നടക്കണം. അപ്പോൾ എന്താ കൂടുതലൊന്നും പറയാനില്ല, ഇവിടുന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ കക്കയം ഡാമിൻ്റെയും തോണിക്കടവിൻ്റെയൊക്കെ വിശേഷങ്ങൾ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.